സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു കുടുംബജീവിതം അതാണ് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു അടിസ്ഥാനം, അല്ലെങ്കിൽ ഒരു ഏറ്റവും വലിയൊരു ബേസിക് ആവശ്യം എന്ന് പറയുന്നത് തന്നെ അത് തന്നെയാണ്. അതിനായിട്ട് നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്, കുറച്ച് വിട്ടുവീഴ്ചകൾ, ത്യാഗങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാം നല്ലത് തന്നെയാണ്, എല്ലാം ഒരു നല്ല കുടുംബജീവിതത്തിന് അത്യാവശ്യവുമാണ്. പക്ഷേ അതിന് ഒരു പരിധി ഉണ്ട് എന്തിനും. ഈ പരിധി എന്ന് പറയുന്നത് എല്ലാവർക്കും, ഒരു കുടുംബത്തിൽ ഈവൻ ഒരു കൊച്ചുകുട്ടിക്ക് പോലും ഇതിന് പങ്കുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. എല്ലാവർക്കും ഈ ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിയുടെ മാത്രമല്ല. അതിൽ ഉള്ള എല്ലാവരും ഈക്വലി ഇതിൽ പാർട്ടിസിപ്പേറ്റ് ആയെങ്കിൽ മാത്രമേ ആ കുടുംബജീവിതം അല്ലെങ്കിൽ ആ ഒരു ചെയ്യുന്നതിന് ഒരു അർത്ഥം ഉണ്ടാവുകയുള്ളൂ. അത് അല്ലാതെ ഒരാൾ മാത്രം അതിൻ്റെ ഭാരം ഏറ്റെടുത്ത് വെക്കാനും അതിന് വേണ്ടിയിട്ട് എല്ലാം ത്യജിച്ച് അതിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അതൊരിക്കലും അതിനൊരു വില ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിനൊരു സന്തോഷം എന്ന് പറയുന്നത് ആ ചെയ്യുന്ന വ്യക്തിക്കുണ്ടാവില്ല. ആദ്യമൊക്കെ നമുക്കതൊരു എക്സൈറ്റ്മെൻറ്റോ അല്ലെങ്കിൽ അതൊരു സന്തോഷകരമോ അതൊരു നമ്മളെ അംഗീകരിക്കുന്നത് പോലെയൊക്കെ തോന്നുമെങ്കിലും അവസാനം ഈ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷങ്ങളും എല്ലാം നമ്മളുടെ ഒരു എനർജി ലെവലിൽ താഴാനും അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ഒരു പതനത്തിന് കാരണമായി തീരും. മറ്റെല്ലാം മറന്ന് നമ്മളുടെ എനർജിയും സന്തോഷവും നമ്മളുടെ എല്ലാ കഴിവുകളും എല്ലാം ഇതിനായി ത്യജിച്ച് കഴിഞ്ഞാൽ പിന്നീട് ചോദ്യം തിരിച്ച് നമ്മൾക്ക് വരുമെന്നുള്ളത് ഉറപ്പാണ്. അത് അവരുടെ കുറ്റമായിരിക്കില്ല, പക്ഷേ അത് നമ്മുടെ തന്നെ കുറ്റമാണ്. നമ്മുടെ ജീവിതം, നമ്മുടെ കഴിവുകൾ അതെല്ലാം നശിപ്പിക്കാതെ നമുക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതും ഈ 4 ചുമരുകൾക്കപ്പുറം വേറൊരു സമൂഹം എന്ന് പറയുന്നതിനും നമ്മൾ കടപ്പെട്ടവരാണ് എന്നുള്ള കാര്യം മറക്കാതെ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം മാത്രമാണ്. അതല്ലാതെ ഒരു മരണക്കെണിയിലേക്ക് ഒരിക്കലും പോവാതിരിക്കുക.